പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം നമ്മെ ഉറപ്പിക്കട്ടെ. ഈ ലോകത്തിലുള്ള ആരും നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നില്ലെങ്കിലും, ആരും നമ്മെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. മനുഷ്യൻ നമ്മുടെ അവസ്ഥ കണ്ട് നമ്മെ തള്ളിക്കളഞ്ഞേക്കാം, എന്നാൽ നമ്മുടെ ദൈവത്തിന് നമ്മുടെ എളിയ അവസ്ഥയും ദാരിദ്ര്യവും അറിയാം. ദാവീദ് രാജാവ് ഏറ്റു പറഞ്ഞതുപോലെ, ഞാൻ എളിയവനും ദരിദ്രനുമാവുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എല്ലാവരും കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഒരു കാക്കയെ പോലും ദൈവം വിചാരപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വന്തം മക്കളായ നമ്മെ അവിടുന്ന് ഉപേക്ഷിക്കുമോ? തന്റെ ശിഷ്യനായ പത്രോസ് തനിക്ക് നികുതി കൊടുക്കുവാനുള്ള പണത്തെക്കുറിച്ച് വിചാരപ്പെടുന്നതിന് മുമ്പ് തന്നെ, പോകുക, കടലിൽ ചൂണ്ടലിടുക, ആദ്യം കിട്ടുന്ന മീന്റെ വായിൽ ഒരു ചതുർദമ പണം നീ കണ്ടെത്തും എന്ന് യേശു പറഞ്ഞു അവനു വേണ്ടി കരുതി. കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അതാതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ് തീർച്ചയായും പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഭാവിക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഈ ലോകത്തിൽ നാം ഒറ്റയ്ക്കാണെന്നോ, ആരും നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നില്ലെന്നോ നാം ഇനി ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മുടെ സഹായമായി തീരുന്ന ഒരു ദൈവം, ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. എല്ലാം നന്നായി ചെയ്യുമെന്നുള്ള ഉറപ്പോടെ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരുതൽ നമ്മുടെ ഓരോ ദിവസത്തെയും അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ വലിയ പ്രത്യാശയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ഈ നാൾ വരെ അങ്ങ് ഞങ്ങൾക്കായി കരുതിയ അങ്ങയുടെ വിചാരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുമേലെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.